ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉരുളൻകിഴങ്ങ് കൊണ്ടുള്ള ഒരു അടിപൊളി 4 മണി പലഹാരമാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. അപ്പോൾ നമ്മളൊരു സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. സമാമ വേൾഡ് എന്നാണ് ചാനലിൻ്റെ പേര്. അതിൽ നമ്മൾ ഒരു അടിപൊളിയായിട്ടുള്ള 4 മണി പലഹാരങ്ങളും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റുകളും നാടൻ പലഹാരങ്ങളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത പോലെ അതുകൂടി ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ഉരുളൻകിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം വലിപ്പമുള്ള ഉരുളൻകിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഒന്നും കൂടി പറയുകയാണ്. അപ്പം ഈ ഒരു ബിസ്മി കിച്ചണിൽ നിങ്ങൾ എൻ്റെ ഒപ്പം നിന്നതുപോലെ തന്നെ സമാമ വേൾഡിൽ നിന്ന് നമ്മുടെ സെക്കൻഡ് ചാനലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഒപ്പം നിൽക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ 2 ഉരുളൻകിഴങ്ങ് ഗ്രേറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വലുപ്പത്തിൽ ഇങ്ങനത്തെ ഒരു ഗ്രേറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ വലിയ ഓട്ടയിൽ വെച്ചിട്ട് വേണം നമ്മൾ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കഴുകിയിട്ട് ഒരു ബൗളിലേക്ക് നമുക്കിതൊന്ന് വാരിയിട്ട് പിഴിഞ്ഞിടണം. നന്നായിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് നല്ലോണം ഒന്ന് ഞെക്കി പിഴിഞ്ഞിട്ട് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റിയായ ഒരു സ്നാക്കാട്ടോ ഇത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി ഞാൻ അതേ ഒരു സവാളയും ഒരു വലിയ പച്ചമുളകും കൂടി ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ചോപ്പറും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മീഷോയിൽ നിന്നാണ് വാങ്ങിയത്. 209 രൂപയാണ് ആ ചോപ്പറിൻ്റെ വില കേട്ടോ. അപ്പോൾ അതിലൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണത്. പിന്നെ അത്യാവശ്യം കുറച്ച് ഒരു കൈപ്പിടിയോളം വരുന്ന മല്ലിയില കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 കോഴിമുട്ടയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിയ 2 ഉരുളൻകിഴങ്ങ് ആയതുകൊണ്ടാണ് 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഒരു ഉരുളൻകിഴങ്ങ് കൊണ്ടാണ് ചെയ്യണമെങ്കിൽ ഒരു കോഴിമുട്ട ചേർത്താലും മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് അത്യാവശ്യം എരിവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എരിവും ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വരുന്ന കോൺഫ്ലോറിൻ്റെ പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇതില്ലെങ്കിൽ മൈദ ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ 2 സ്പൂണ് കോൺഫ്ലോർ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ പോരാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം കേട്ടോ. കോൺഫ്ലോർ കയ്യിലില്ലാച്ചിട്ട് കുഴപ്പമില്ല, മൈദ ചേർത്ത് കൊടുത്താലും മതി. മൈദ ആകുമ്പോൾ നമ്മൾ കോൺഫ്ലോർ ചേർക്കുന്നതിൽ നിന്ന് ഇപ്പോൾ ഒരു 4 സ്പൂൺ കോൺഫ്ലോർ ചേർത്താൽ മൈദ ഒരു 3 സ്പൂണൊക്കെ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇനി നമുക്ക് നോക്കി നോക്കാം വേണമെന്ന്, ഇനി കോൺഫ്ലോർ ചേർക്കണമെന്ന്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 2 സ്പൂണും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ മൊത്തം ഒരു 4 സ്പൂണ് കോൺഫ്ലോറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആ മുട്ടയുടെ നരവും പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ഉരുളൻകിഴങ്ങിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു വെള്ളവും ഒക്കെ കൊണ്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ 4 സ്പൂണ് കോൺഫ്ലോർ കൊടുത്തിട്ട് എനിക്ക് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഒരല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ ഞാനിത് ഒന്നിങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പരത്തുന്ന രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ചതുരത്തിലോ സ്ക്വയറിലോ വട്ടത്തിലോ എങ്ങനെ വേണമെങ്കിലും ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. തയ്യാറാക്കി എടുക്കുന്നത് നമ്മൾ ഇതേപോലെ പാൻ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വെച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റിയായ ഈ ഒരു സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. 2 ഉരുളൻകിഴങ്ങ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സെക്കൻഡ് ചാനലായ സമാമ വേൾഡ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.